അഖീദത്തുൽ ഫാസിദ, മോശമായ ബാത്തിലായ തെറ്റായ വിശ്വാസം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ഈമാനും മരിക്കുമ്പോൾ പോകും. ഉദാഹരണത്തിന് ബിദ്അത്തുകാരനാവുക. മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്, ഖാദിയാനി ഇത്യാദി ടീമുണ്ടല്ലോ. ഒരാളുടെ ഈമാൻ മരിക്കുന്ന സമയത്ത് നഷ്ടപ്പെടും എന്നുള്ളതിൻ്റെ നേരത്തെ ഉള്ള അടയാളാണ് അയാൾ ജീവിതകാലത്ത് ബിദ്അത്തുകാരനാവുക എന്ന് ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുല്ല തൻ്റെ അസ്സവാജിർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. പക്ഷെ ബിദ്അത്തുകാർക്ക് ബിദ്അത്തുകാരുടെ വിശ്വാസം ശരിയാന്നേ അവർക്ക് തോന്നുള്ളൂ. അതങ്ങനെ തന്നെയല്ലേ തോന്നുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും 100 തെറ്റ് ചെയ്യുന്നു എന്ന് എഴുതി വെച്ചവരാ മുജാഹിദുകാർ. നബി തങ്ങളുടെ ശരീരം മണ്ണായി പോയിട്ടുണ്ടെന്ന് എഴുതി വെച്ചവരാ ജമാഅത്തെ ഇസ്ലാമിക്കാർ. അത്തഹിയാത്തിൽ നബി തങ്ങളോട് സലാം പറയുന്ന അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോൾ നബി തങ്ങളെ ഓർക്കുന്നതിനേക്കാൾ വല്ല കഴുതയോ പശുവിനെയോ ചത്തതിനെയോ ഓർക്കുന്നതാണ് ഭേദം എന്ന് എഴുതി വെച്ചവരാ തബ്ലീഗുകാർ. അവർക്ക് അവരുടെ വിശ്വാസം ശരിയാന്നേ തോന്നുള്ളൂ. അതുറപ്പല്ലേ. അലി റളിയല്ലാഹുവിനെ കൊന്ന ആളെ സ്വഹാബത്ത് പിടിച്ചു. ആരെയാ കൊന്നത്? അലി റളിയല്ലാഹുവിനെ സുബഹിസ്കരിക്കുമ്പോൾ കുത്തി കൊന്ന ആളെ സ്വഹാബത്ത് പിടിച്ചു. അപ്പൊ അയാൾ എന്താ പറഞ്ഞത്? എൻ്റെ കൈ വെട്ടിക്കോളി, എൻ്റെ കാലും വെട്ടിക്കോളി, പക്ഷെ എൻ്റെ നാവൊന്നും ആക്കല്ലേ. എന്താ? എനിക്ക് അല്ലാഹുവിന് ദിക്റല്ലണോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ അല്ലേ? എടോ ബിദ്അത്തുകാരാ, നിന്റെ താടിക്കെന്ത് സുന്നത്തിന്റെ കൂലി കിട്ടാനാണ്? എന്താ എങ്ങനെ കൂലി കിട്ടല്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സാധാരണക്കാരനാണെന്നല്ലേ എഴുതി വെച്ചത്. സാധാരണക്കാരൻ ചെയ്തതെന്തിനാ നീ ചെയ്യേണ്ട ആവശ്യം? സാധാരണക്കാരൻ എങ്ങനെയാ ജിബ്രീലിനെ കാണാൻ പറ്റുക? ജിബ്രീലിനെ കണ്ടിട്ടില്ലെങ്കിൽ എങ്ങനെയാ ഖുർആൻ കിട്ടുന്നത്? പച്ചയായിട്ട് അവര് പ്രസംഗിച്ചല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയും ഉപ്പയും നരകത്തിലാണ്. ആര്? ആമിന ബീവി. ആരാ ആമിന ബീവി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയല്ലേ ആമിന ബീവി. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. അർശിന്റെ ചുവട്ടിൽ ഇരുന്നിട്ട് ഇഷ്ടപ്പെട്ടവരെയൊക്കെ സ്വർഗത്തിലേക്ക് ശഫാഅത്ത് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരും ഇങ്ങനെ ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തിക്കുക. എന്നിട്ട് സ്വന്തം പെറ്റുമ്മ പോറ്റുമ്മ നരകത്തിലും. ഭയങ്കരാണല്ലോ. ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം ഏതാ? ഇത്തഫഖത്തിൽ ഉമ്മത്തു വല്ല അയിമ്മത്തു അല അന്ന അഫ്ളൽ ബുഖാ. ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ആ ഭൂമിയാണ്. എന്താ കാരണം? ലാത്വീബ യഅദിലു തുർബല്ല മഅദുഹു. അവിടുത്തെ ശരീരം മുട്ടി നിൽക്കുന്ന സ്ഥലത്തിനേക്കാൾ പവറുള്ള പരിമളമുള്ള ഒരു സ്ഥലം ലോകത്തില്ല. ആ സ്ഥലത്തിന് ഇത്രയും പവർ കിട്ടാൻ കാരണം എന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ടച്ച് ചെയ്യുന്നു എന്നുള്ളത്. നബി തങ്ങളുടെ ശരീരം ആദ്യം ടച്ച് ചെയ്ത സ്ഥലം ഏതാ? ആമിന ബീവിയുടെ യൂട്രസ്, ഗർഭപാത്രം. എന്നിട്ട് ആമിന ബീവി നരകത്തിലും. ഭയങ്കരം തന്നെ. എന്നിട്ട് മുജാഹിദാർ സ്വർഗത്തിലും. നിങ്ങൾ ആലോചിച്ച് നോക്കി. ബിദ്അത്തുകാർക്ക് ഈമാൻ ഉണ്ടാവില്ല മരിക്കുമ്പോ. മക്കളെ കെട്ടിക്കുമ്പോ കാലാഴ്ചകളി. മക്കളെ നന്നായി ദീൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിലാണ് ഈ ബിദ്അത്തിലും മറ്റൊക്കെ പോവുക.